വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് എഗ് ഫ്രൈയും ആയിട്ടാണ്. എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു എഗ് ഫ്രൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ഒരു ഉള്ളി അരിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. ഇത്രയും ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വഴണ്ടി വരുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ, ആവശ്യത്തിനുള്ള ഉപ്പ് മതി, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് വഴണ്ടി വരും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വേവാൻ ആവശ്യമായിട്ടൊരു തുള്ളി വെള്ളം മതി, ഒരു കാക്കാസ്, അത്രയും വേണമെന്നില്ല, അത്ര വെള്ളം മതി. ഒഴിച്ച് കൊടുത്ത് ഒരു 3-5 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. അത്ര ടൈം മതിയാവും. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 3-4 മിനിറ്റ് മതിയാവും. എന്നിട്ട് അല്ലെങ്കിൽ അടി പിടിച്ചു കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് കോഴിമുട്ടൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെപ്പറേറ്റായിട്ട് സാധനം കിട്ടും. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.